ഇന്ത്യയിലെ ആദ്യത്തെ 150cc ബൈക്ക് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണുകൂട്ടി പറയാൻ പറ്റും, അത് CB0 ആണ്. നിങ്ങൾ 90s കിട്ടാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേ കണ്ടു മറന്നിട്ടുള്ളൊരു ബൈക്കായിരിക്കാം ഇത്. എനിക്ക് പല നല്ല സ്പ്ലെൻഡഡ് ഓർമ്മകളാണ് ഈ ബൈക്ക് കൊണ്ടുള്ളത്. കാരണം ഞങ്ങളുടെ ഏരിയയിൽ മൊത്തത്തിൽ ഒരു 2 അല്ലെങ്കിൽ 3 ഈ ബൈക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ സൈഡിൽ സൂപ്പർ സ്പ്രിന്റ് എന്നുള്ള എഴുത്തും പിന്നെ TPFC എന്നുള്ള ബാഡ്ജിങ് എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. കാരണം അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ഹോണ്ടയുടെ CBR 1200R ആ ഒരു ബൈക്കിന്റെ ആ ഒരു മോഡലിലേക്ക് ഒരു ചെറിയ സ്കെയിൽ ഡൗൺ മിനി വേർഷനായിട്ടാണ് എനിക്ക് CB0 തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലെ ഒരു ഹെഡ്ലൈറ്റിന്റെ ഡിസൈൻ കണ്ടു, ഒരു പഴയ 90s കാലത്തിന്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ആ ഒരു ഡിസൈനൊക്കെ ഭയങ്കര എനിക്ക് രസമാണ്. കാരണം ഞാൻ 90s കിട്ടായിരുന്നു നമ്മൾ കണ്ട് മോഹിച്ച് വളർന്നതാണ്. അതായത് ബൈക്കിനോട്ട് നമ്മൾ വരുമ്പോൾ സ്പ്ലെൻഡർ കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് CB0 ആണ് എല്ലാവർക്കും. കാരണം വെച്ചാൽ ഇത്രയ്ക്ക് പെർഫോമൻസും അല്ലെങ്കിൽ ഇത്രയ്ക്ക് ലുക്കുള്ളൊരു ബൈക്ക് വേറെ അന്ന് കാണാൻ പോലും കിട്ടത്തില്ല. എന്തായാലും നമുക്ക് CB0 കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള എഞ്ചിൻ, ദ മീറ്റ് ഓഫ് ദ മാട്രിക്സ് എഞ്ചിൻ 156cc ഹോണ്ടയുടെ എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ സൈഡിൽ ഒട്ടിച്ചേക്കുന്ന സൂപ്പർ സ്പ്രിന്റ് എന്നുള്ള കാര്യം വെറുതെ അല്ല, വണ്ടിയുടെ പ്രത്യേകത അത് തന്നെയായിരുന്നു. TPFC എന്ന് പറഞ്ഞ ടെക്നോളജി ആണ് ഇതിനകത്ത് ഹീറോ ഹോണ്ട കൊണ്ടുവന്നത്. TPFC എന്ന് പറഞ്ഞാൽ ട്രാൻഷൻ പവർ കൺട്രോൾ ഫ്യൂവൽ കൺട്രോൾ സിസ്റ്റം. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ ഈ കാർബറേറ്റർ ഇതൊരു സ്ലൈഡ് ടൈപ്പ് കെൽഹിന്റെ കാർബറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ കാർബറേറ്ററിനകത്ത് ഒരു ഓട്ടോ ചോക്ക് ഉണ്ട്, ഒരു ചോക്ക് ഇൻബിൽട്ട് ഉണ്ട്. ഈ ചോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കൈ കൊടുക്കുമ്പോഴത്തേക്ക് ഇൻസ്റ്റന്റ് ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇറങ്ങുന്നതിന് മുമ്പ് കൊണ്ടുവന്നൊരു ടെക്നോളജിയാണ് TPFC. ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെ TPFC ഉള്ള ബൈക്ക് ഹീറോ ഹോണ്ടയുടെ CB0 തന്നെയാണ്. അപ്പോഴത്തേക്കും CV കാർബറേറ്റർ നമ്മൾ നോർമൽ CV കാർബറേറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര അഡ്വാൻസ് CV കാർബറേറ്റർ ഉള്ള ബൈക്കാണെങ്കിൽ പോലും നമ്മൾ ഒറ്റയടിക്ക് ട്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ലാഗ് ചെയ്തിട്ട് വണ്ടി കയറിപ്പോത്തുള്ളൂ, ആ റെസ്പോൺസ് കുറവാണ്. പക്ഷേ ഈ മോഡലൊന്നും നിങ്ങൾ കൈ കൊടുത്ത് നോക്കണം. കൈ കൊടുത്ത് നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം 12.8 bhp മാത്രം പേപ്പറിലുള്ള ഒരു ബൈക്കാണെങ്കിലും കൈ കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു വേറെ ലെവലിലാണ് ബിഹേവ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചോക്കിലാണ് ഈ കാർബറേറ്റർ വർക്ക് ചെയ്യുന്നത്. സ്ലൈഡ് ടൈപ്പ് കാർബറേറ്റർ ആണ് വിത്ത് ഇൻബിൽറ്റ് ചോക്കാണ്. പിന്നെ ഒരു ഫ്യൂവൽ എക്സ്ട്രാ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ നോസിലും കൂടെ മെക്കാനിക്കലി വർക്കിംഗ് എക്സ്ട്രാ നോസിലും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ ഫ്യൂവൽ നേരെ എഞ്ചിനകത്തോട്ട് കയറുന്നു. അതുകൊണ്ട് മോർ പവർ ആൻഡ് പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടുന്ന വണ്ടി പറന്നു പോകുന്നു. അതായിരുന്നു CB0ന്റെ പ്രത്യേകത. വേറൊരു ബൈക്കിനും ഈ ഒരു റേഞ്ചിന്, അതായത് ഞാൻ പറഞ്ഞ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇല്ലാത്ത കാർബറേറ്റർ ഉള്ള ഒരു ബൈക്കിനും ഈ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഇപ്പൊ പോലും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് മാരകമായ ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. ഞാൻ ഇത് സ്വപ്നം കണ്ടാണ് ലാസ്റ്റ് ഞാൻ +2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ബഹളം ഉണ്ടാക്കി മേടിച്ചതാണ് CB0 ഒരെണ്ണം. അന്ന് ഞാൻ മേടിച്ചത് CB0ന്റെ വണ്ടിയുടെ നമ്പർ എനിക്ക് ഇപ്പോഴും കാണാതെ പറയാൻ പറ്റും, KL04G8 എന്ന് പറഞ്ഞ ഒറ്റ അക്കൗണ്ട് നമ്പർ. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ് ഈ വണ്ടി മേടിച്ചിട്ടുള്ളത്. കാരണം സ്പ്ലെൻഡർ തന്നെ അന്ന് ഈ കാലഘട്ടത്തിൽ, അതായത് 95-99 സ്പ്ലെൻഡർ തന്നെ ഒരു ആഡംബരമായിരുന്നെങ്കിൽ ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു CB0. പിന്നീട് അവർ CBC സ്റ്റാർ എന്നൊക്കെ പറഞ്ഞൊരു മോഡലെ കൊണ്ടുവന്നു. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. കാര്യം എന്ന് വെച്ചാൽ CBC സ്റ്റാറിനകത്ത് അവർ കാർബറേറ്റർ കൊണ്ടുവന്നു, CV കാർബറേറ്റർ ഉണ്ട്. CV കാർബറേറ്ററിന് ഒരിക്കലും ഈ TPFC ഉള്ള ഒരു CB0ന്റെ ഒറിജിനൽ കാർബറേറ്ററിന് പെർഫോമൻസ് തരാൻ പറ്റത്തില്ല. സോ 125 കിലോമീറ്റർ ആയിരുന്നു ടോപ്പ് സ്പീഡ് CBC ഒറിജിനൽ കൊടുത്തിരുന്നത്. പക്ഷേ CV കാർബറേറ്റർ ഉള്ള CBC സ്റ്റാറിലോട്ട് വന്നപ്പോൾ 114 കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു. പിന്നെ പെർഫോമൻസും ഏതാണ്ട് പേപ്പറിൽ കാണുന്ന ഒരുപോലെ ആണെങ്കിലും ആ ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്, മറ്റേ എന്ത് പറയണ്ട ഇൻസ്റ്റന്റ് ത്രോട്ടിൽ റെസ്പോൺസ് അത് മൊത്തത്തിൽ കുറഞ്ഞിട്ട് ഒരു സാധാ ഒരു CV കാർബറേറ്റർ ഉള്ള ഒരു ബൈക്ക് ബിഹേവ് ചെയ്യുന്ന പോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് CBC സ്റ്റാർ വലുതായിട്ട് എവിടെ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് CBC എക്സ്ട്രീം വന്ന് CBC സ്റ്റാറിനെ ഓർമ്മയാക്കി കളഞ്ഞു. പക്ഷേ CB0 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള ഓർമ്മയെന്ന് വെച്ചാൽ എൻ്റെ ആ ബൈക്കുമായിട്ട് എനിക്ക് കുറെ ഓർമ്മകളുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു TVSന്റെ ഫിയറോ FX. അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചാണ് CB0, അതായത് പഴയ മോഡൽ, കിക്ക് സ്റ്റാർട്ടും ഡിസ്ക് ബ്രേക്കും ഉള്ള മോഡൽ. ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് ഡിസ്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ല. കാരണം അതിന് ഡിസ്ക് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, പിടിച്ചാൽ പെട്ടെന്നൊന്നും നിൽക്കുന്നില്ല. ഞാൻ അതും കൊണ്ട് നേരെ നമ്മുടെ AC റോഡിൽ കയറി ഒറ്റ കൈ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ ഫിയറോ നിൽക്കുന്ന പോലെ അല്ല ഈ വണ്ടി നിൽക്കുന്നത്. കയ്യിൽ നിന്ന് വണ്ടി പോയിന്ന് തന്നെ പറയാം. നേരെ വണ്ടി കയ്യിൽ നിന്ന് പോയിട്ട് നേരെ ഒറ്റ ചാട്ടം ഞാൻ നേരെ ഒരു ടിപ്പറിന്റെ അടിയിലോട്ട് കയറിപ്പോയി. ടിപ്പറിന്റെ അടിയിലോട്ട് നേരെ വണ്ടി പിടിച്ച് കയറിപ്പോയിട്ട് വണ്ടി ടിപ്പറിന്റെ അടിയിലും ആ ടിപ്പറിന്റെ സൈഡ് മറ്റേ അവിടെ ഉള്ളൊരു പലകയിൽ എന്നെ തലയിടിച്ചിട്ട് നീരൊക്കെ വെച്ച് നീര് വന്നിങ്ങനെ ഒരുമാതിരി മുഴ പോലെ ഇരിക്കുമായിരുന്നു കുറെ നാള്.
അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. കാരണം എല്ലാവരും കണ്ടു നിന്നവരൊക്കെ പേടിച്ചു പോയി, കാരണം എനിക്ക് വല്ലതും പറ്റുമെന്നും പറഞ്ഞു. കാരണം ആ ഒരു സ്പീഡിലാണ് അത് 60, 70, 50, 40 നേരെ ഒരു കുതിപ്പ് കുതിച്ചിട്ട് ഞാൻ നേരെ ടിപ്പറിന് അടിയിലോട്ട് പോകുമായിരുന്നു. പക്ഷെ ഒന്നും ദൈവഭാഗ്യം കൊണ്ട് പറ്റിയില്ല. പക്ഷെ അതൊക്കെ എനിക്കൊരു ഓർമ്മയാണ് CBSE കുറിച്ച് പറയണേ. അതുകൊണ്ട് CBSE നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ആകെപ്പാടെ ഒരു വില്ലനായിട്ട് വരുന്ന മൈലേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ടോട്ടൽ റെസ്പോൺസ് പറഞ്ഞാൽ നിങ്ങൾ കൈ കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എക്സ്ട്രാ ഫ്യൂവല് കയറ്റി വിടുന്നതുകൊണ്ടാണ്, എഞ്ചിനകത്തോട്ട് വിടുന്നതുകൊണ്ടാണ് ഈ ത്രോട്ട് റെസ്പോൺസ് കിട്ടുന്നത്, ക്രിസ്പ് ത്രോട്ട് റെസ്പോൺസ് കിട്ടുന്നത്. പക്ഷേ ഈ ഫ്യൂവൽ എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന പ്രശ്നം വെച്ചാൽ മൈലേജ് ഒരു 30 to 35 മാക്സിമം കിട്ടിയാൽ ഭാഗ്യം. അതിൽ താഴെ മൈലേജ് കിട്ടത്തുള്ളൂ നിങ്ങൾ കൈ കൊടുത്ത് ഓടിക്കുന്നത്. കാരണം ചുമ്മാ പെട്രോൾ കത്തിച്ച് കളയും, കുറെ പെട്രോൾ വേസ്റ്റ് ആയും പോകും. കാരണം ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് വിടുന്ന പെട്രോൾ കുറേയൊക്കെ വേസ്റ്റ് ആയും പോകും. പിന്നെ പൊല്യൂഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതൊരു CV കാർബറേറ്റർ, കോൺസ്റ്റന്റ് വെലോസിറ്റി കാർബറേറ്റർ അല്ലാത്തതുകൊണ്ട് പൊല്യൂഷൻ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇപ്പം ഈ കാലത്ത് ഇത് എടുത്താൽ എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം പഴയ ടെക്നോളജിയാണ്, പ്ലസ് ഫ്രഷർ ഇഞ്ചക്ഷൻ